മയക്കുവെടി വെച്ചു. ആദ്യ ഡോസ് നൽകി എന്നാണ് മനസ്സിലാവുന്നത്. ആദ്യ ഡോസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. മയക്കുവെടി വെച്ചിട്ടുണ്ട്. ആദ്യ ഡോസ് നൽകി കഴിഞ്ഞു. മയക്കുവെടി ആദ്യ ഡോസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യ ഡോസ് മയക്കുവെടി വിജയകരമായി തന്നെ വെച്ചു കഴിഞ്ഞു എന്നാണ് അംഗാംഗങ്ങൾ അവിടെ നിന്നുള്ള സംഘാംഗങ്ങളിൽ നിന്ന് അവർ കാണിക്കുന്ന ആംഗ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കൃത്യമായി തന്നെ വിജയകരമായി ആദ്യ ഡോസ് വെടി വെച്ചിരിക്കുന്നു. ഇനി കൂടുതൽ ഡോസ് വേണമോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത് ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകേണ്ടതുണ്ട്. അത് അല്പസമയം കൂടെ നിരീക്ഷിച്ച ശേഷമാകും അത്തരം തീരുമാനത്തിലേക്ക് എത്തുക. ഇല്ല, സാധാരണഗതിയിൽ ഈ മയക്കുവെടി കൃത്യമായി അതിനെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് തൊട്ടുടനെ അതിന് ഡോസ് പിന്നെയും നൽകുക എന്നത് സാധാരണയല്ല. അങ്ങനെ ഇല്ല. മയക്കുവെടി വെച്ചാൽ അത് മയങ്ങാനുള്ളൊരു സമയമെടുക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് അതിന് മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനെ ആന്റിഡോസ് നൽകുക എന്നതാണ് പിന്നീട് ചെയ്യാനുള്ളത്. പക്ഷെ അതിനെ കൂട്ടിലേക്കൊക്കെ മാറ്റിയതിന് ശേഷമായിരിക്കും ചെയ്യുക. അത് ഏതായാലും ഇപ്പോൾ മയക്കുവെടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അതിനെ കൂട്ടിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈകാതെ അതിനെ കൂട്ടിലേക്ക് മാറ്റിയാൽ ബാക്കി തുടർ നടപടികളിലേക്ക് കടക്കും. ഇപ്പോൾ മയക്കുവെടി ആദ്യ ഡോസ് അതിന് കൃത്യമായി കൊണ്ടു എന്ന് തന്നെയാണ് വനം വകുപ്പ് നിരീക്ഷിക്കുന്നത്. ഏതായാലും പ്രതീക്ഷിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ ആശങ്കിച്ചിരുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അപകടം പിന്നീട് അത് ഉണ്ടാക്കിയിട്ടില്ല. ഇനി അത് മയങ്ങാനുള്ള ഒരു സമയമെടുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതുണ്ടാകും എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ എല്ലാം വനം വകുപ്പ് നിലവിൽ പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ മയക്കുവെടി വെച്ചാൽ അതിന്റെ ശരീരം അതിവേഗം ഹീറ്റാവുന്ന ചൂടാവുന്ന ഒരു സ്വഭാവമുണ്ട്, ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വെള്ളമൊഴിക്കുക എന്നത് സാധാരണഗതിയിൽ ആനകൾക്കൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ബക്കറ്റിൽ വെള്ളം അവിടെ എത്തിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ സുരക്ഷിതമാണെങ്കിൽ അതിന്റെ ശരീരത്തിൽ വെള്ളം ഒഴിക്കുക എന്ന നടപടിയായിരിക്കും അത്. പക്ഷേ അങ്ങനെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാനാവില്ല. എന്തായാലും ബക്കറ്റിൽ വെള്ളം അവിടെ എത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഈ പുലി പൂർണ്ണമായും സുരക്ഷിതനായി മയങ്ങി വീണതിന് ശേഷമായിരിക്കും അതിനെ ഒരു കൂട്ടിലേക്കോ വലയിലേക്കോ മാറ്റുക. വലയിലേക്ക് മാറ്റിയതിനു ശേഷം പിന്നീട് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള അതിൻ്റെ ഒരു ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോവുക ആയിരിക്കും. പിന്നീട് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുക. അങ്ങനെയാണ്. ഏതായാലും ഇപ്പോൾ ആശങ്കിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ ആദ്യ ഡോസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വയനാട് നെടുമ്പാല 3-ാം എസ്റ്റേറ്റിൽ കുടുങ്ങിയ പുലിക്കാണ് ഇപ്പോൾ ആദ്യ ഡോസ് മയക്കുവെടി നൽകിയിരിക്കുന്നത്. അവിടെ നേരത്തെ തന്നെ ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ടായിരുന്നു, DFO ഉണ്ടായിരുന്നു. സ്ഥലത്ത് നിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിച്ച ശേഷമാണ് ദൗത്യം തുടങ്ങിയത്. ദൗത്യം കുറച്ചധികം വൈകിയിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എടുത്ത ശേഷം തന്നെയാണ് ആദ്യ ഡോസ് വെടി നൽകിയിരിക്കുന്നത്. എന്തായാലും അത് വിജയകരമായി തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആ പുലിയുടെ ദേഹത്ത് വെള്ളമൊഴിച്ച് അതിന്റെ ശരീര താപനില സാധാരണഗതിയെ പോലെ ക്രമീകരിച്ചു നിർത്തുക എന്നുള്ള ദൗത്യമായിരിക്കും. അതിനുശേഷമാണ് ഈ പുലിയെ അവർ കൂടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് വലയിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് അതിന്റെ പരിക്കുകൾ പരിശോധിക്കണം. ഗുരുതര പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ചികിത്സ നൽകും, അല്ലെങ്കിൽ കാട്ടിലേക്ക് തുറന്നുവിടുന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്. ടെനിസ് അലിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.